ഹായ്, ഏജ് യങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏജ് യങ് എന്നാൽ പ്രായമാകുമ്പോഴും യുവത്വത്തോടു കൂടി ഇരിക്കുക. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. ഈ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക, ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക, എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ വിഷയത്തിൽ ഞാൻ വെബിനാറുകൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എങ്ങനെ പ്രായം ഒരു 10 വയസ്സ് കുറയ്ക്കാം. 40 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്കും വെബിനാർ അറ്റൻഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. അല്ലാതെ 20 വയസ്സ് ഉള്ള ഒരാൾക്ക് എങ്ങനെ 10 വയസ്സ് കുറയ്ക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണിയാണ്. അപ്പം 40 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് എങ്ങനെ ഒരു 10 വയസ്സ് കുറയ്ക്കാം എന്നുള്ള വിഷയത്തിൽ ഞാൻ വെബിനാറുകൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാനിപ്പോൾ ട്രെക്കിങ്ങിലാണുള്ളത്. സോളോ ട്രെക്കിംഗ് ആണ്. കേരളത്തിലല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ അത്ര റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ നമുക്ക് ട്രെക്ക് ചെയ്യാം, ഒറ്റയ്ക്ക് ട്രെക്ക് ചെയ്യാം. കാരണം കേരളത്തിൽ മുമ്പ് റെസ്ട്രിക്ഷൻസ് കുറവായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്ട്രിക്ഷൻസ് കുറവായിരുന്നു. 1988 ഞാൻ ആദ്യമായിട്ട് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഓവർനൈറ്റ് ട്രെക്കിംഗ്. അതിന് മുമ്പ് 1 ഡേ ട്രെക്കിംഗ് ഒക്കെ ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന രീതിയിലുള്ള ട്രെക്കിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓവർനൈറ്റ് ട്രെക്കിംഗ് ആദ്യമായിട്ട് ചെയ്തത് 1988 പറമ്പിക്കുളത്തെ കരിമല ഗോപുരം, പിന്നെ വെങ്കോളി മല ഒക്കെ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു ട്രെക്കിംഗ് ആയിരുന്നു. രാത്രി താമസം ടെന്റിലായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ടെന്റിലായിരുന്നു താമസം. അന്ന് മുതൽ ഇങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിരന്തരം ട്രെക്കിങ്ങുകൾ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ്. ഇപ്പൊ ഏകദേശം 38 വർഷം ആയി. 1988 വെച്ച് നോക്കുമ്പോൾ 38 വർഷത്തോളം ആയി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രെക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. കൂട്ടായിട്ടും പോയിട്ടുണ്ട്. അതായത് വലിയ ഗ്രൂപ്പുകൾ 25-30 പേരുള്ള ഗ്രൂപ്പായിട്ടും ട്രെക്കിംഗ് നടത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഞങ്ങൾ പോകുന്ന ഒരു 5 പേര് 6 പേര് ഉള്ള ഒരു ഗ്രൂപ്പിലാണ്. ഒറ്റയ്ക്കും പോയിട്ടുണ്ട്. അവ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കാട്ടിൽ പെട്ടുപോയി. അത് ഭയങ്കര പ്രശ്നമായി. പെണ്ണുങ്ങൾ അങ്ങനെ കാട്ടിൽ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, അല്ലെ, കാട്ടിൽ ഒറ്റയ്ക്ക് പോകാനേ പാടില്ല, ഗ്രൂപ്പായിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമന്റുകൾ ഒക്കെ അതിനെതിരായിട്ട് ഉണ്ടായിരുന്നു. അവളുടെ അനുഭവം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഒരുപാട് തവണ അനുഭവിച്ചിട്ടുള്ള കാട്ടിലെ നിലാവും നക്ഷത്രങ്ങളും കാട്ടിൽ രാത്രി ഉള്ള മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും രാത്രിയിലെ ശബ്ദങ്ങളും ഒക്കെ ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ വളരെയധികം ആസ്വദിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ കാട് ഭയങ്കര രാത്രിയായി കഴിഞ്ഞാൽ ഭയങ്കര ഭീകര രൂപിയായിട്ട് മാറും എന്നൊക്കെ ചിലര് അഭിപ്രായം പറഞ്ഞു കേട്ടു. ഒരിക്കലും അങ്ങനെയല്ല. കാട് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിനെ അപേക്ഷിച്ച് കാട് എന്ന് പറയുന്നത് ഈ കാട് തന്നെ ഇത് വളരെ ശാന്ത സ്വഭാവം ഉള്ള ഒരിതാണ്. കാട്ടിൽ ആനിമൽസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മളൊരു നഗരത്തില് മനുഷ്യന്മാരെ കാണുന്ന പോലെയൊന്നും അല്ല കാട്ടിലെ ആനിമൽസിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കേരളത്തിലെ ഒരുവിധം എല്ലാ ഇനം മൃഗങ്ങളെയും ഈ കഴിഞ്ഞ 36 വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഫേസ് ടു ഫേസ് കണ്ടിട്ടുണ്ട്. കാട്ടിൽ വെച്ച്, സൂവിൽ വെച്ചിട്ടല്ല, കാട്ടിൽ വെച്ച് ഫേസ് ടു ഫേസ് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. നമ്മള് കാട്ടിൽ ഇപ്പൊ ആ ശരണ്യയുടെ കേസിൽ തന്നെ പലരും പറഞ്ഞു കേട്ടു, അരുവിക്കരയിലാണ് അത്ര കഴിച്ചു കൂട്ടിയത്. അരുവിക്കരയിൽ രാത്രിയാവുമ്പോൾ കാട്ടിൽ വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരും. എന്താ വിചാരിക്കുന്നത്? ഒരു അരുവി എന്ന് പറഞ്ഞാൽ, ഒരു കുളമാണെങ്കിൽ പിന്നെ ഉണ്ട് എന്ന് വിചാരിക്കുക. അരുവി എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഒരു സംഭവമാണ്. കിലോമീറ്റർ നീളത്തിലുള്ള ഒരു വെള്ളച്ചാലാണ്. ഈ ചാലിൽ എവിടെ വേണമെങ്കിലും മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാം. ഈ കുട്ടി ഇരിക്കുന്ന, ഈ വ്യക്തി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്ന് വെള്ളം കുടിക്കുന്നത് യാതൊരു നിർബന്ധവും ഇല്ല. ഈ കാട്ടിൽ സാധാരണഗതിയിൽ ഒരു ആനിമൽ വരുന്നു, ആനിമൽ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോൾ അപരിചിതമായിട്ടുള്ള ഒരു മണം, മനുഷ്യന്റെ മണം ആട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപരിചിതമായിട്ടുള്ള ഒരു മണം അതിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറി പോവുകയാണ് ചെയ്യുക. അവിടുന്ന് മാറി 100 മീറ്റർ താഴെ അല്ലെങ്കിൽ 100 മീറ്റർ മേലെ കയറിയിട്ട് അവിടുന്ന് വെള്ളം കുടിക്കാം. അത്രേ ഉള്ളൂ. അത് ഈ കാട്ടിലെ ആനിമൽസ് ഇങ്ങനെ കിലോമീറ്ററുകൾ നീളുന്ന ഈ അരുവിക്കരയിൽ നിരന്ന് നിന്ന് വെള്ളം കുടിക്കുകയെന്നല്ല ചെയ്യുക. വല്ലപ്പോഴും, അതായത് രാത്രി എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറോളം നീളമുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും വല്ല ആനിമൽസും വന്നിട്ട് ഈ ചാലിൽ എവിടെയെങ്കിലും ഒക്കെ നിന്ന് വെള്ളം കുടിച്ച് പോയേക്കാം. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു നഗരത്തിലെ ആളുകൾ താമസിക്കുന്ന മാതിരി ആനിമൽസ് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. പകൽ മുഴുവൻ അവർ ഒളിച്ചിരിക്കും. രാത്രിയാകുമ്പോൾ ഇതെല്ലാം കൂടി പുറത്തിറങ്ങിയിട്ട് അരുവിയിൽ നിരന്ന് നിന്ന് വെള്ളം കുടിക്കും. അപ്പോൾ അരുവിക്കരയിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആക്രമിച്ച് കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധ വിഡ്ഢിത്താണ്. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. മനുഷ്യന് ഒരു അരുവിക്കരയിൽ ഇരുന്നു എന്ന് വെച്ചിട്ട് എത്രയോ രാത്രികൾ, 100 കണക്കിന് രാത്രികൾ ഞാൻ അരുവിയുടെ കരയിൽ രാത്രി കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരു ടെന്റും ഒന്നും ഇല്ലാതെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഓപ്പൺ എയറിൽ കിടന്നുറങ്ങി കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. പലപ്പോഴും മഴ പെയ്ത് മഴ കൊണ്ടിട്ട് കിടന്നിട്ടുണ്ട്.
അല്ലെങ്കിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ നോക്കി ഭയങ്കര മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ്. നക്ഷത്രങ്ങൾ നോക്കി ഉറങ്ങിയിട്ടുണ്ട്. അതുപോലെ നിലാവിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ ആവാത്തതാണ്. ആ കുട്ടി പറഞ്ഞു രാത്രി 9 മണിയാവുമ്പോൾ നിലാവ് വരും, അത് കഴിഞ്ഞാൽ ഭയങ്കര വെളിച്ചമാണ് എന്ന് പറഞ്ഞു. ശരിക്കും 9 മണിയാവുമ്പോൾ നിലാവ് വരും എന്ന് പറയുന്നത് അന്നത്തെ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് ആണ്. അത് ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങളെപ്പോഴും ട്രക്കിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ, ഞാനാണെങ്കിലും എൻ്റെ ടീമാണെങ്കിലും ട്രക്കിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ കഴിയുന്നതും ഫുൾ മൂൺ ഉള്ള സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു ഹാഫ് മൂണെങ്കിലും ഉള്ള സമയത്ത് തന്നെ അത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കും. കാരണം രാത്രിയുടെ നിലാവിന്റെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാനാവാത്തതാണ്. കാട്ടിലെ അന്തരീക്ഷത്തെ അപേക്ഷിച്ച് പൊടിപടലങ്ങൾ നാട്ടിൽ കൂടുതലാണ്. അപ്പൊ ഈ പൊടി ഉള്ളത് കൊണ്ട് തന്നെ അന്തരീക്ഷത്തിന്റെ അത്ര ക്ലിയർ ആയിരിക്കില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് ധാരാളം വെളിച്ചം ഉണ്ടാവും രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിലെ വെളിച്ചമല്ല ഒരു നഗരത്തിലെ അല്ലെങ്കിൽ ഒരു നാട്ടിൻപുറത്ത് തന്നെ ഉള്ള വെളിച്ചം. ധാരാളം ഔട്ട്ഡോർ ലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ലൈറ്റുകളുടെ ഒക്കെ വെളിച്ചം ഈ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ തട്ടിയിട്ട് നമ്മൾക്ക് ഈ ആകാശം വേണ്ടത്ര ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. അതേസമയം കാട്ടിൽ അങ്ങനെയല്ല. കാട്ടിൽ ഒട്ടും പൊടിയില്ലാത്ത അന്തരീക്ഷമാണ്. ആകാശത്തേക്ക് നോക്കി, നാട്ടിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുന്നതും കാട്ടിൽ നോക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് എനിക്ക് കാണിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഈ രാത്രി. ഇനി കറുത്തവാവുണ്ടെങ്കിൽ പോലും, കറുത്തവാണെങ്കിൽ പോലും ഈ നക്ഷത്രങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ആകാശം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ആ നക്ഷത്രങ്ങൾ കറുത്തവാവാണെങ്കിൽ പോലും ആ നക്ഷത്രങ്ങളുടെ വെളിച്ചം കൊണ്ട് നമുക്ക് ചുറ്റുപാടൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ രസം. അതുപോലെ മിന്നാമിനിങ്ങിന്റെ കാര്യം പറഞ്ഞത്, മിന്നാമിനിങ്ങുകളുടെ ഒക്കെ ലക്ഷക്കണക്കിന് മിന്നാമിനിങ്ങൾ നമുക്ക് ചുറ്റും പറക്കുന്ന അനുഭവമൊക്കെ ഒരിക്കലും നമുക്ക് മറ്റൊരാളോട് പറഞ്ഞറിയിക്കാനോ അല്ലെങ്കിൽ ഒരു ക്യാമറയിൽ അത് കാണിച്ചു കൊടുക്കാനോ പറ്റില്ല. അത്രയും മനോഹരമായിട്ടുള്ള അതൊക്കെ അനുഭവിച്ചറിയേണ്ട സംഭവങ്ങളാണ്. അത്രയും മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പൊ ശരണ്യ അത് വഴിതെറ്റിയതാണ് എന്നാണ് ശരണ്യ പറയുന്നത്. വഴിതെറ്റിയതാണെങ്കിൽ ശരണ്യ അത് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ ശരണ്യയുടെ കേസിൽ 1/2 ലിറ്റർ വെള്ളം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് മീഡിയാസ് പറയുന്നത്. അത് ശരിയല്ല. ഒരു അരുവിക്കരയിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. നല്ല കാട്ടിലെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം തന്നെയാണ്. അപ്പോൾ ഒരു അരുവിയിൽ ഇരുന്ന് വെള്ളം കുടിക്കാം. പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ വല്ല ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും, ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ശരണ്യയുടെ ബാഗിൽ ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ 4 ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ 4 ദിവസമൊന്നും അങ്ങനെ പട്ടിണി കിടന്നിട്ടില്ല. കാട്ടിലായാലും അതിന്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എവറസ്റ്റ് ഒക്കെ കീഴടക്കിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് 4 ദിവസം വെള്ളം കുടിക്കാൻ പോലും തോന്നിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എവറസ്റ്റ് കീഴടക്കിയ സമയത്ത്, ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ. അപ്പം നമ്മളെ ഭക്ഷണം തീർന്നാലും നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ പുറത്തു വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്ഷീണം ബാധിച്ചിട്ടുണ്ടാവും, ശരിക്കും തളർന്ന ആവശ്യമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടല്. അത് വെച്ച് നോക്കുമ്പോൾ ശരണ്യ വളരെ ഉഷാറായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. അതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. കാരണം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും കുറച്ച് ദുരൂഹമാണ്. ഒരുപക്ഷെ ശരണ്യ ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നിരിക്കാം. ഒറ്റയ്ക്കുള്ള ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അവരെ അപേക്ഷിച്ചത്. അത് കൊടുക്കാതിനെ തുടർന്നാണ് പരിചയമില്ലാത്ത ഒരു ടീമിന്റെ കൂടെ പോകാൻ നിർബന്ധിതയായത്. അപ്പോൾ അതിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ മനഃപൂർവ്വം തെറ്റിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ വഴി തെറ്റിപ്പോയതായിരിക്കാം, കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയതായിരിക്കാം. എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരണ്യ അത് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കാട്ടിൽ പോകാൻ പാടില്ല എന്നൊന്നും പറയാൻ നമ്മൾക്ക് അവകാശമില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ, ചില സാഹസികരായിട്ടുള്ള ആൾക്കാർ തന്നെ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ അഭിപ്രായം പറഞ്ഞു കേട്ടു. അത് ഒരുപാട് കൊടുമുടികളൊക്കെ കീഴടക്കിയിട്ടുള്ള ആൾക്കാർ, അതും മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുള്ള പല ആൾക്കാരും അഭിപ്രായം പറഞ്ഞു കേട്ടു. ഒരിക്കലും ഒറ്റയ്ക്ക് പോകാൻ പാടില്ലായിരുന്നു, അത് ശരിയല്ല, ഭയങ്കര അപകടം നിറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് അവർക്കില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവരത് അറിഞ്ഞിട്ടില്ല, ആസ്വദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശരിക്കും നമ്മളുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പരസ്പരമുള്ള സംസാരത്തിലായിരിക്കും ശ്രദ്ധ മുഴുവനും. അതേസമയം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നുമില്ല, ചുറ്റുപാടിനെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിരിക്കും അത്. അപ്പം ഒറ്റയ്ക്ക് പോവുക എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. ഒരു മെഡിറ്റേഷൻ
അല്ലെങ്കിൽ ഒരു ഉപവാസം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് ഒറ്റയ്ക്ക് കാട്ടിൽ പോവുക. ആ കാട്ടിൽ ഒരു 2-3 ദിവസം നമ്മൾ തനിച്ചിരിക്കുക, അല്ലെങ്കിൽ 2-3 ദിവസം കാട്ടിലൂടെ തനിച്ച് നടക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അനുഭവം തന്നെയാണ്. അപകടമുണ്ട്, അപകടം എല്ലാ സ്ഥലത്തും ഉണ്ട്, അതൊക്കെ സംഗതി ശരിയാണ്. പക്ഷെ കേരളത്തിലെ കാടുകളിലും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ കാടുകളിലും മനുഷ്യനെ തിന്നുന്ന ആനിമൽസ് ഇല്ല. ഇപ്പൊ ഞങ്ങൾക്ക് എൻ്റെ ഈ 38 വർഷത്തെ അനുഭവത്തിന്റെ ഇടയ്ക്ക് എനിക്ക് അപകടം ഉണ്ടായിട്ടുള്ളത് ആനയിൽ നിന്ന് മാത്രമാണ്. അതും വളരെ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ആന പുറകെ വരുമ്പോൾ നമ്മൾ കുറച്ച് വിജിലന്റ് ആയിരിക്കണം, അത് സംഗതി ശരിയാണ്. അതുപോലെ മറ്റു മൃഗങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് അറ്റാക്ക് ഉണ്ടാവും. അതല്ലാതെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് 1-2 കടുവ മനുഷ്യനെ പിടിച്ച കേസുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ കടുവകൾ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ കടുവകൾ മനുഷ്യനെ തിന്നാറില്ല. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മുന്നിൽ വന്ന് ചാടിയപ്പോഴോ മറ്റോ ഭക്ഷണം ആക്കിയതോ അല്ലെങ്കിൽ കൊന്നതോ ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലെ ചില കടുവകൾ, അതും പ്രത്യേകിച്ചും എന്താ പറയുക, മറ്റ് ഭക്ഷണങ്ങൾ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അനാരോഗ്യം വരുന്ന സമയത്ത് മാത്രമാണ് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഇര എന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യനെ പിടിക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യൻ വളർത്തുന്ന ജീവികളാണ്, കാരണം അവർക്ക് അത്ര വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അതേസമയം കാട്ടിലെ മറ്റു മൃഗങ്ങളൊക്കെ അതിവേഗത്തിൽ ഓടി രക്ഷപ്പെടും. അപ്പൊ കടുവ സ്വാഭാവികമായിട്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ, അതിനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ സ്പീഡിൽ ഓടിയാലേ ഇതിനെ പിടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ പറ്റാത്ത രീതിയിൽ പ്രായമാവുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോഴോ ഒക്കെയാണ് ഇത് മനുഷ്യനെ പിടിക്കാൻ ശ്രമിക്കാറുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അപകടം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിപ്പോ നാട്ടിലും അപകടമില്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും അപകടം വരുന്നില്ലേ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അതിന്. ഇത് നമ്മൾക്ക് മനസ്സുണ്ടെങ്കിൽ പിന്നെ ഹിമാലയത്തിലൊക്കെ പല ട്രക്കിംഗ് പ്രോഗ്രാമിലും നമ്മളൊരു അഗ്രിമെന്റ് എഴുതി കൊടുക്കണം, ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. എന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് ഞാൻ പോകുന്നത്, എന്ത് അപകടം സംഭവിച്ചാലും എനിക്ക് തന്നെയാണ് ഉത്തരവാദിത്തം എന്നുള്ളത് എഴുതി കൊടുക്കണം. സാഹസികത എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ എവറസ്റ്റ് കയറിയിട്ട് എത്ര പേര് മരിക്കുന്നുണ്ട്? താല്പര്യമുള്ളവർ പോയാൽ മതി. എവറസ്റ്റ് കയറിയിട്ട് എത്രയോ ഡെഡ് ബോഡീസ് അതിന്റെ മുകളിൽ കിടക്കുകയാണ് ഇപ്പോഴും, അത് എടുത്തു മാറ്റാൻ പോലും പറ്റില്ല. നമ്മൾ ഇപ്പൊ എവറസ്റ്റ് കയറുന്ന ആൾക്കാർ ഈ ഡെഡ് ബോഡികൾ മുഴുവൻ കണ്ടുകൊണ്ടാണ് കയറുന്നത്. അപ്പൊ സാഹസികത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തില് ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഒറ്റയ്ക്കുള്ള ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. പക്ഷെ ശരണ്യയുടെ കേസിൽ ശരണ്യ മിസ്സായി പോയതാണ്. മനഃപൂർവ്വം പോയതാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം എത്രയധികം ഗവൺമെന്റ് സംവിധാനങ്ങളും നമ്മുടെ പൊതു ഫണ്ടും ഉപയോഗിച്ചിട്ടാണ് ശരണ്യയെ അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അത് ഒഴിവാക്കാമായിരുന്നു. കാരണം അത് ഒഴിവാക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അതായത് കൂട്ടം തെറ്റി എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം പോകാതിരിക്കുക എന്നുള്ളതിനാണ്. ഇനി അറിയാതെ കൂട്ടം തെറ്റിപ്പോയതാണെങ്കിൽ നമുക്കതിലൊന്നും പറയാനില്ല. ആ സമയത്ത് ആ ഫണ്ട് ചെലവഴിക്കുക തന്നെ വേണം. അങ്ങനെ ആളെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. അപ്പോൾ അത്രയാണ് ഇതിന് ശരണ്യ സംഭവത്തെ കുറിച്ചും ഈ ട്രക്കിങ്ങിനെ കുറിച്ചും, ഒറ്റയ്ക്കുള്ള ട്രക്കിങ്ങിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവേത് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഏജ് യങ് മറക്കണ്ട, പ്രായമാകുമ്പോഴും യുവത്വത്തോടു കൂടിയിരിക്കുക. ഞാൻ നടത്തുന്ന വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക.